ഈ അന്വേഷണം നടക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതാ ഇപ്പോൾ നോക്കൂ, മുഴുവൻ അന്വേഷണങ്ങളും ഡോക്ടർ ഹാരിസിനെ ചുറ്റിപ്പറ്റിയാണ്, അദ്ദേഹത്തിന്റെ മുറി ചുറ്റിപ്പറ്റിയാണ്, അവിടെ നിന്ന് എന്നോ കാണാതായ ഒരു ഉപകരണത്തെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതായത് ഇപ്പോൾ സിസ്റ്റത്തിന് സംഭവിച്ച പ്രശ്നങ്ങൾ, ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ, രോഗികളെ നേരിട്ട് ബാധിക്കുന്ന പരാധീനതകൾ, ഇതിനെ ഒന്നും അഡ്രസ് ചെയ്യേണ്ടതില്ല, കുറച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ എന്നത് മാത്രമാണോ? അല്ല, ഞാനിതിലെ കോർ വിഷയം അതാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഇത് ഏത് ഉപകരണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാക്കിയത്. നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഹാരിസ് സർജറി മുടങ്ങാൻ പറഞ്ഞ ഉപകരണം എന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക് പ്രോബാണ്. ആ ന്യൂമാറ്റിക് പ്രോബ് ഇല്ലായിരുന്നു എന്നുള്ളത് ഈ വിദഗ്ധ സമിതിയും അവിടുത്തെ HDSും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന രണ്ട് ഉപകരണങ്ങളും, അവിടെ ഉപയോഗിക്കാത്ത ഉപകരണങ്ങളും അത്യാവശ്യമായി ഇതിന് വേണ്ടാത്ത ഉപകരണങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യൂമാറ്റിക് പ്രോബ് കാരണം സർജറി മുടങ്ങിയ വിഷയത്തിൽ മറ്റേതോ ഉപകരണം കണ്ടില്ല എന്നുള്ളതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ന്യൂമാറ്റിക് പ്രോബ് ഇല്ലാത്തത് കാരണം സർജറി മുടങ്ങിയെന്ന് പരാതി പറഞ്ഞ ഹാരിസിന്റെ തലയിലേക്ക് മറ്റൊരു ഉപകരണം കാണാനില്ലാത്തതിന്റെ കുറ്റം ചുമത്താൻ നോക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക, ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഉപകരണവും ഇവരിപ്പോൾ കണ്ടില്ല എന്ന് പറയുന്ന ഉപകരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ഇവിടെ അരുൺ ഇവിടെ ന്യൂമാറ്റിക് പ്രോബ് സപ്ലൈ ചെയ്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ അരുണെ, എന്താണ് ജൂലൈ 16 തൊട്ട് 20-ാം തീയതി വരെ സർജറി മുടങ്ങി. എന്തുകൊണ്ട്? ഈ ന്യൂമാറ്റിക് പ്രോബ് ഇല്ലാത്തത് കാരണം. 2024 ഒക്ടോബർ 25 ഒരു ഓർഡർ കൊടുത്തു. അരുൺ പറഞ്ഞത് ഒക്ടോബറിൽ കൊടുത്തു, ജാനുവരി കൊടുത്തു, ഫെബ്രുവരി കൊടുത്തു എന്നൊക്കെയാണ്. ഒക്ടോബർ 25 ഓർഡർ കൊടുത്തു. അത് സപ്ലൈ ചെയ്യുന്നതാണ് ജാനുവരി 9-ാം തീയതി. അത് മുഴുവൻ സപ്ലൈ ചെയ്തത് കാരണം അന്ന് കൊടുത്ത ഓർഡറിന്റെ ബാക്കി സപ്ലൈ ചെയ്തതാണ് ഫെബ്രുവരി 15-ാം തീയതി. അല്ലാതെ 3 സപ്ലൈ അല്ല നടന്നേക്കണേ. ഇനി അതിൽ ഏറ്റവും കൗതുകരമായ കാര്യം, ഡിസംബർ 19 ഒരു ഓർഡർ കൊടുത്തു. അതിന്റെ AS എന്നാ കിട്ടിയതെന്നറിയോ? ജൂൺ 23-ാം തീയതി, 6 മാസം കഴിഞ്ഞിട്ടാണ് AS കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിൽ സാധന സാമഗ്രികൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളുടെ എല്ലാ റിപ്പോർട്ടിലും ഉണ്ട്. അതാണ് ഒന്നാമത്തെ സിസ്റ്റം ഫെയിലർ. ഇനി എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതും ഇതിൽ മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് അറിയോ? ഇത് മേടിക്കാൻ പോയ കമ്പനി HLL കമ്പനി, അവർക്ക് 30 കോടി രൂപ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാതെ ഇനി ഉപകരണം സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൽ കാലതാമസം വന്നത്. കാരുണ്യ മെഡിക്കൽ സ്റ്റോർ വഴി കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരന് അവിടെ ഈ സാധനം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഓർത്തോയ്ക്ക്, അതായത് കാലൊടിഞ്ഞതിന്റെ കമ്പി ഇടാൻ ചെന്നാൽ കമ്പി നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം. അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടാൻ ചെന്നാൽ സ്റ്റെൻഡ് നമ്മൾ ഓർഡർ ചെയ്ത് വേറെ എവിടെന്നെങ്കിലും നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം. ഇങ്ങനെ ഏറ്റവും അത്യാവശ്യം മരുന്ന് വന്നാൽ അത് നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം. ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ കണ്ടം ചെയ്യാറായ ഒരു ഉപകരണം അത് ഏതെങ്കിലും കടയിൽ കൊടുത്ത് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർ ചിന്തിക്കുമ്പോൾ അത് കൃത്യമായ പ്രൊസീജിയർ കണക്കെ അത് തപാലിൽ പോയി തപാലിൽ നിന്ന് ഒപ്പിട്ട് AS കിട്ടി, TS കിട്ടി, BS കിട്ടി, നിങ്ങളുടെ ഇല്ലാത്ത സാക്ഷ്യം മുഴുവൻ കിട്ടി, കണ്ടം ചെയ്ത് കഴിഞ്ഞ് 10 കൊല്ലം കൂടെ കഴിഞ്ഞ് ആ സാധനം തിരിച്ചു വരുമോ? അവരുടെ ഒരു മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ റിപ്പോർട്ട് കൊടുത്തില്ല. റിപ്പോർട്ട് പുറത്ത് കൊടുത്തു കഴിഞ്ഞ് സംസാരിക്കാം. എന്നാൽ പിന്നെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് ഇവരെ പത്രസമ്മേളനം വിളിച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര വലിയ വ്യഗ്രത ഉണ്ടായത്? എന്താണ് ഈ റിപ്പോർട്ട് എന്നാൽ പൂർണ്ണമായി കൊടുത്ത് സർക്കാർ പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് അവർ അംഗീകരിച്ചതിന് ശേഷമല്ല ഈ പത്രസമ്മേളനം വിളിക്കണ്ടേ? അപ്പോൾ അവിടെയാണ് സംശയം ജനിക്കുന്നത്. ഈ പത്രസമ്മേളനം വളരെ കൃത്യമാണ്. അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരനാക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു പരാതി പറഞ്ഞ ആ പരാതി കേരളം ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോൾ നിർഭാഗ്യവശാൽ ആ ഡോക്ടർ ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് തെറി നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും കാരണവശാൽ ഇവിടെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ ആരാണ് 2 ഡോക്ടർമാർ നടത്തുന്ന പത്രസമ്മേളനത്തെ ഫോണിലൂടെ നിയന്ത്രിക്കുന്നത്? ആരാണ്? ഇവർ MBBS ഒക്കെ കഴിഞ്ഞ് വളരെ മികവുറ്റ രീതിയിൽ പഠനം കഴിഞ്ഞ് വന്ന 2 ഡോക്ടർമാരല്ലേ? ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ അല്ലേ? അദ്ദേഹത്തിന് കൃത്യമായി ആയിരക്കണക്കിന് ശിക്ഷകണങ്ങളുള്ളവരല്ലേ? ആയിരക്കണക്കിന് ശിക്ഷകണങ്ങൾക്ക് ക്ലാസ് എടുത്ത ആളല്ലേ? സൂപ്രണ്ടന്റ് അല്ലേ? ഒരു മെഡിക്കൽ കോളേജ് മുഴുവൻ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന ആളല്ലേ? എന്നിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കിണാണ്ടറൻ വിളിച്ച് ഫോണിൽ അത് മുഴുവൻ വായിക്ക്, ഇപ്പുറത്തെ പേജ് വായിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി കേരളത്തിന് മനസ്സിലാകുന്നുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം മുഴുവൻ ക്ലിയർ ആണ്, സിസ്റ്റം മുഴുവൻ എററാണ്. ഒന്നും മന്ത്രിക്ക് ഇതിനെപ്പറ്റി ന്യായമായി ഒന്നും അറിയില്ല.
അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. മന്ത്രിയുടെ ഓഫീസിലെ ഒരു PS ആണ് ഈ വകുപ്പ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് ഏക്കും ബുക്കും ഈ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവരെന്ത് പറയുന്നോ അത് വന്ന് പത്രസമ്മേളനം പറയുക എന്നുള്ളതല്ലാതെ മന്ത്രിക്ക് ഈ വകുപ്പിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് മന്ത്രി പല സമയത്തും പല അഭിപ്രായങ്ങളും ഈ വകുപ്പിനെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ കൃത്യമാണ്. സാധാരണക്കാരൻ ഇവിടെ ട്രംപിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. നമ്മളൊക്കെ ജീവനോടെ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരൻ പാരസെറ്റമോൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അത് കിട്ടി ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ട്രംപിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കലും കൊടുക്കലൊക്കെ പറ്റുള്ളൂ വരണേ. അതുകൊണ്ട് ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ്. ഈ പ്രശ്നം പറയുമ്പോൾ അമേരിക്കയിൽ ട്രംപിന്റെ തീരുവയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷക്കാരന്റെ സ്ഥിരം അഭ്യാസമാണ്. ആ അഭ്യാസമൊന്നും ഇന്ന് കേരളത്തിൽ നടക്കില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പൂർണ്ണമായ പരാജയമാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വെളിവാകുന്നത്.